ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയെടുക്കാൻ ഇഡി. തന്ത്രിക്കെതിരായ SITയുടെ കണ്ടെത്തലുകളിൽ വ്യക്തത തേടിയാണ് മൊഴിയെടുക്കുന്നത്. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും കേസിൽ നേരിട്ട് പങ്കുണ്ടെന്നുമായിരുന്നു SIT റിപ്പോർട്ട്. എന്നാൽ വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്താനായിരുന്നില്ല. അറ്റകുറ്റപ്പണികൾക്ക് ദേവന്റെ അനുജ്ഞ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു തന്ത്രിയുടെ മൊഴി. എന്നാൽ തന്ത്രിയുടെ പണമിടപാടുകളിലും നിക്ഷേപങ്ങളിലും ED വിശദമായ അന്വേഷണം നടത്തും. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2,05,00,000 രൂപ സ്വന്തം പേരിലും 62 ലക്ഷം രൂപ ഭാര്യയുടെ പേരിലും നിക്ഷേപിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതു സംബന്ധിച്ചും വരുമാന സ്രോതസ്സുകൾ സംബന്ധിച്ചും ED അന്വേഷണം നടത്തും. മറ്റു നിക്ഷേപങ്ങളോ ബിനാമി ഇടപാടുകളോ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. SIT കേസിൽ ജാമ്യത്തിലിറങ്ങിയ തന്ത്രി കണ്ഠരര് രാജീവർക്ക് വൈകാതെ സമൻസ് നൽകും. ബാങ്ക് നിക്ഷേപങ്ങളുടെ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകും. ശബരിമല സ്വർണ്ണ കവർച്ചയുടെ മുഖ്യ സൂത്രധാരനായി കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ഇനി ED ചോദ്യം ചെയ്യലിന് വിധേയനാക്കാനുള്ള പ്രധാന കണ്ണി. നേരത്തെ ED ചോദ്യം ചെയ്ത് വിട്ടയച്ച മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളിത്തം വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ജനം, കൊച്ചി.